എല്ലാവരും എന്നോട് ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സെയിൽസ് എനിക്ക് കൂട്ടണം, ക്ലോസിംഗ് സിഗ്നിഫിക്കൻ്റ് കൂട്ടണം, 50% ക്ലോസിംഗ് കൂട്ടണം, അതിനെന്ത് ചെയ്യണം? ഇതിന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, പീപ്പിൾ ബൈ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം മലയാളത്തിൽ. പീപ്പിൾ ബൈ യൂസിങ് ദർ ലിംബിക് സിസ്റ്റം ആൻഡ് ബ്രെയിൻ സ്റ്റം ആൻഡ് ജസ്റ്റിഫൈ ഇറ്റ് യൂസിങ് ദർ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. മറ്റു രീതി പറഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിനിലെ ലോവർ ലെവൽ ഓഫ് ബ്രെയിൻ ഉണ്ട്, നിങ്ങളുടെ കഴുത്തിന്റെ ഇതിന്റെ ഇവിടെയുള്ള ബ്രെയിന്, ഇവിടെയുള്ള ബ്രെയിൻ ഉണ്ട്. ഇതിനെ ബ്രെയിൻ സ്റ്റം എന്ന് പറയും, ഇതിനെ ലിംബിക് സിസ്റ്റം എന്ന് പറയും. ഈ ബ്രെയിൻ സ്റ്റം ലിംബിക് സിസ്റ്റം ഉപയോഗിച്ചാണ് ആൾക്കാർ ബൈ ചെയ്യുന്നത്. ബൈയിങ് പ്രോസസ്സ് നടക്കുന്ന അവിടെയാണ്. മറ്റു രീതി പറഞ്ഞാൽ, ആൾക്കാർ ഇമോഷണലി ആണ് ബൈ ചെയ്യുന്നത്. ഇമോഷൻസിന്റെ സെന്റർ ലിംബിക് സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ ഇമോഷണലി ബൈ ചെയ്ത ആള് ജസ്റ്റിഫൈ ചെയ്യുവാണ് ലോജിക്കലി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ ബ്രെയിൻ ഉപയോഗിച്ച്. നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള സെയിൽസ് ഇല്ലെങ്കിലും, ഇനഫായിട്ടുള്ള ക്ലോസിംഗ് ഇല്ലെങ്കിലും, നിങ്ങൾ ഇനഫായിട്ടുള്ള ഇമോഷണൽ ഗെയിന് കണ്ടുപിടിക്കുന്നില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല അവർ വാങ്ങുന്നത് അവർക്ക് കിട്ടുന്ന ഇമോഷണൽ ഗെയിനാണ്, അല്ലെങ്കിൽ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ പെയിനാണ്. അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം സംസാരിക്കാം. പക്ഷേ ഇമോഷണൽ ഗെയിൻ നിങ്ങൾ ഇനഫായിട്ട് കണ്ടുപിടിച്ച്, ഇമോഷണൽ പെയിൻ ഇനഫായിട്ട് കണ്ടുപിടിച്ച്, ആ ഇമോഷണൽ പെയിൻ അവോയ്ഡ് ചെയ്യാനായിട്ട്, ആ ഗെയിൻ കിട്ടാനുള്ള സൊല്യൂഷനായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ വാങ്ങാൻ ഓപ്പൺ ആവും. അതുകൊണ്ട് മാത്രമായോ പോരാ, ആസ് ഫോർ സെയിൽ നൈസ്ലി ഫ്രണ്ട്ലി ആയിട്ട് 3, 4, 5 പ്രാവശ്യം വി നീഡ് ടു ആസ് ഫോർ സെയിൽ. എങ്ങനെയാണ് നിങ്ങൾ ആസ് ഫോർ സെയിൽസ്? നിങ്ങൾ പറഞ്ഞനുസരിച്ച്, നിങ്ങൾ പറഞ്ഞ ഈ പ്രോബ്ലം അനുസരിച്ച് ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. അപ്പോൾ അവർ ഒരു ഒബ്ജക്ഷൻ പറയുവാണ്, അപ്പോൾ ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആസ് ഫോർ സെയിൽ. 5 പ്രാവശ്യമെങ്കിലും നിങ്ങളോട് നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന ആളാണ് ചില പ്രോമിനൻ്റ് ആയിട്ടുള്ള സെയിൽസ് മാസ്റ്റേഴ്സ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ആൾക്കാരുടെ ഇമോഷണൽ പെയിൻ കണ്ടുപിടിച്ച് അതിനെ ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അവരെ ഗൈഡ് ചെയ്യാം. അതിനുശേഷം ആസ് ഫോർ സെയിൽ. ഇപ്പം ഇമോഷണൽ ഹോട്ട് ബട്ടൺസ് എന്താണ്, അവരുടെ ഇമോഷണൽ പെയിൻ എന്താണ്, ഇമോഷണൽ ഗെയിൻ എന്താണ്, അത് കണ്ടുപിടിച്ചിട്ട് അതിന് മാച്ച് ചെയ്യാനായിട്ടുള്ള, ആ ഇമോഷണൽ ഗെയിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഇമോഷണൽ പെയിൻ മാറ്റിയെടുക്കാനുള്ള സൊല്യൂഷനായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ, നിങ്ങളുടെ സർവീസിനെ പ്രസന്റ് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസിങ് 50% ഓവർനൈറ്റ് കൂട്ടാൻ പറ്റുന്നത്.